ഹലോ, ഇന്ന് ആരി വർക്കല്ല കേട്ടോ. ഇത് നമ്മളെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഒരു ഏലയൻ കുർത്തി തയ്ക്കാൻ വേണ്ടി അതിൽ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള വർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി ഒരു റിയലിസ്റ്റിക് പെയിൻറ്റിങ് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ചെറീസാണ് ഇതിൽ വരച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എവിടെയൊക്കെയാണ് ചെറീസ് വേണ്ടത് അവിടെയൊക്കെ നമ്മുടെ റെഡ് കളർ ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ സർക്കിൾ പല ഷേപ്പല്ല പല സൈസിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഷേപ്പെല്ലാം ഒന്ന് തന്നെ ആവാൻ നോക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് വേറെ ഒരു കളർ മിക്സ് ചെയ്തിട്ടില്ല, റെഡ് മാത്രം യൂസ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ എല്ലാ റൗണ്ട്സും ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ റെഡിൽ ഒരല്പം ബ്ലാക്ക്, ഒരു പിഞ്ച് ബ്ലാക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ റെഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കിട്ടും. അത് ഞാൻ ഈ റൗണ്ടിൻ്റെ ഈ ചെറീസിൻ്റെ അവിടെ കണ്ട ഇതുപോലെ ഒരു പോർഷനിൽ മാത്രം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ചൊരു ലൈറ്റ് അടിക്കുന്നത് പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എല്ലായിടത്തും ഇതുപോലെ എല്ലാത്തിലും ഈ ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ബ്ലാക്ക് മിക്സ് ചെയ്താൽ മതിയേ, കൂടുതലും മിക്സ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചസ്. അപ്പം ഇതിൽ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഒന്നുകൂടെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റിങ് ഡ്രോപ്പ് ഒരു കുഞ്ഞ് ആയിട്ടൊരു കുത്ത് പോലെ അവിടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഓരോണ്ണത്തിലും ഒരു സൈഡിൽ മതി. ഇങ്ങനെ എല്ലാ ചെറീസിലും ഇടുക. ഇപ്പോൾ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങടിച്ചു കൊടുക്കുവാണേ. ബ്രാഞ്ചസ് മൊത്തം ഫില്ല് ചെയ്യുന്നുണ്ട്. ബ്രാഞ്ചസ് ഫില്ല് ചെയ്തിട്ട് ഞാൻ ബ്രാഞ്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ജസ്റ്റ് അതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ചെറീസിൻ്റെ ആ ഞെട്ട് വന്നിട്ട് ഗ്രീൻ കളർ കൊടുക്കണം. അത് എൻ്റെ കയ്യിൽ വിട്ടുപോയി. ഞാൻ പിന്നീട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചെറീസിനെ ഒന്നുകൂടെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് കളറ്, ബ്രൗൺ പോലത്തെ മെറ്റാലിക് കളറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് അടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് വീണ്ടും കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആവും. അപ്പോൾ ആരി വർക്കിൻ്റെ ക്ലാസ് ഉടനെ തന്നെ ഇടാൻ കേട്ടോ. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഉടനെ തന്നെ ആരി വർക്കിൻ്റെ ക്ലാസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാബ്രിക് പെയിൻറ്റിങ് ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണേ, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം.